അമേച്വർ നാടകങ്ങൾ മാത്രം കണ്ടുമടുത്ത നിങ്ങൾക്ക് മുമ്പിലേക്ക് നാട്ടിലെ കലാകാരന്മാരെയും കലാകാരികളെയും അണിനിരത്തിക്കൊണ്ട് പരിപ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സമിതി അവതരിപ്പിക്കുന്ന പ്രൊഫഷണൽ നാടകം അഗ്നിജ്വാല. നാടകം ആരംഭിക്കുന്നു. ഇനി കുറച്ചു കാലം നീ ഇവിടെ കിടക്കില്ല. സമരം എന്ന് പറഞ്ഞ് എസ്റ്റേറ്റിന്റെ പൈസക്ക് നിന്നെ കണ്ടുപോയത് എന്നെ ഒരാൾ അറസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മുടെ സമരവീര്യത്തെ തകർത്ത് കളയാമെന്ന് ഒരാളും വിചാരിക്കണ്ട. എന്റെ മരണം വരെ ഞാൻ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഒരു അച്ഛനെ നീ വിട്ടില്ല. നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും വിളിച്ച് അറസ്റ്റ് ചെയ്യും. സമരക്കാരെ അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് നീ അവിടെ എന്തെടുക്കുകയാണ്? എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? പാലപ്പിന് എസ്റ്റേറ്റിൽ ഞങ്ങൾ അടിമകളാണ്. പണിയെടുത്താൽ കൂലിയില്ല, ഭക്ഷണം വയ്ക്കാൻ മരുന്നില്ല. എല്ലാവരും പട്ടിണി കൊണ്ട് മരണപ്പെടുകയാണ്. അടിമകളൊന്നും അടിമകളാ. അവറ്റകൾക്ക് വേണ്ടി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. സമരക്കാരെല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇയാൾക്ക് എന്താ പറ്റിയത്? രേഖ, നീ തന്നെ നോക്ക്. ഇയാൾക്ക് ജീവനില്ലല്ലോ.
ഈ കൊലപാതകം ചെയ്തത് കോൺസ്റ്റബിൾ രവീന്ദ്രനാണ്. അവരെ അറസ്റ്റ് ചെയ്യൂ. രവീന്ദ്രനോ? അതെങ്ങനെ ശരിയാകും സർ? രേഖ, ഡിവൈഎസ്പി PRS പണിക്കർ പറയുന്നത് നീ അനുസരിച്ചേക്കണം. നോ നോ, ഇത് ശരിയാണ്. ഞാനല്ല ഇത് ചെയ്തത്. നോ. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് സഞ്ചരിച്ചു. DSP VRS പണിക്കർ ഇടുക്കിയിൽ തന്റെ കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതം നയിച്ചു വരുന്നു. ഈ നാടകം ഞങ്ങൾ പരിപ്പായിയപ്പന് മുമ്പാകെ സമർപ്പിക്കുന്നു. അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. കഥാപാത്രങ്ങളും അവർക്ക് ജീവൻ നൽകിയവരും. DSP VRS പണിക്കർ MBG പരിപ്പായി, ഗംഗൻ ശശിധരൻ VK, പങ്കജാക്ഷൻ നായർ രാമദാസ് T, ദേവരാജൻ രാമദാസ് AK, രവീന്ദ്രൻ ബിജു KV, മധുസൂദനൻ മനോഹരൻ KV, ശ്യാംകുമാർ രാജേഷ് KV, പോലീസ് കോൺസ്റ്റബിൾ രാജൻ, ഭാനുമതി സതീദേവി, സിന്ധു കവിത MV, സർക്കിൾ ഇൻസ്പെക്ടർ രേഖ ധന്യ സന്തോഷ്, മിനിമോൾ അനന്യ ബിജു, സാങ്കേതിക സഹായം ബിജു KV, രാജൻ ബാബുരാജ്, പാശ്ചാത്തല സംഗീതം ഗൗതം കുമാർ MG, കോസ്റ്റ്യൂം കാവ്യകല ശ്രീകണ്ഠാപുരം ചിലങ്ക ശ്രീകണ്ഠാപുരം, ചമയം മനോഹരൻ മാസ്റ്റർ, രംഗപടം ആർട്ടിസ്റ്റ് രതീഷ്, ശബ്ദവും വെളിച്ചവും അലങ്കാർ ശ്രീകണ്ഠാപുരം മായ നെടിയങ്ങ, ദീപനിയന്ത്രണം ദീപു അലങ്കാർ ആർട്ടിസ്റ്റ് രതീഷ്, അവതരണം പരിപ്പായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സമിതി, നാടകരചന ശ്രീ PR ചന്ദ്രൻ, സംവിധാനം MBG പരിപ്പായി. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्यकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्यकम् എന്തിനായിരുന്നു നിങ്ങൾ ഇത്രയും നേരം ഊറി ചിരിച്ചത്? അതിന്റെ പൊരുളെന്താ? അന്തരാർത്ഥം കേട്ടില്ല? ലോകത്തൊരിടത്തും ഒരു മലയാളി ഭൂതക്കണ്ണാടി വെച്ചു കൃത്യ നിർവഹണത്തിൽ ഇത്രയധികം ആത്മാർത്ഥതയും പൂർവ്വം കണ്ടിട്ടേയില്ല. എന്നാൽ കേട്ടോളൂ, ഇത് VRS പണിക്കരുടെ ശ്രീലയം ഭവനം. ആരായി VRS പണിക്കർ? എന്റെ യജമാൻ, ബോസ്, എന്റെ അന്ന്. ഈ അങ്ങിനെ പറ്റി പറയുമ്പോൾ അന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാ വരയം പുലിയെ പിടിക്കുന്ന ആളല്ല, സിംഹമാണ്. സിംഹം. ആ സിംഹത്തിന്റെ പ്രധാന സർവന്റായ ഈ ഗംഗാദാസന് ചിലപ്പോൾ ജോലി ചെയ്യുന്നതിൽ ആത്മാർത്ഥത കൂടും. ആത്മാർത്ഥതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങുന്നിന്റെ ഭാര്യ ഭാനുമതി പച്ചമ്മ അതിരാടെ പരപരാ എടുക്കുമ്പോ സിന്ധുമോളെ കുട്ടി അമ്പലത്തിൽ പോയിരിക്കുക. അപ്പോ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, അങ്ങുന്നത്
എഴുന്നേൽക്കുമ്പോ ഗുളികയും മരുന്ന് കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, വന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ ഗുളികയും മരുന്ന് എടുത്തു വെക്കട്ടെ. എടാ ഗംഗ, അദ്ദേഹത്തിന് മരുന്നും ഭക്ഷണവും കൊടുത്തു. കൃത്യം 7 മണിക്ക് തന്നെ ചായയും ലഘുഭക്ഷണവും കൊടുത്തു. അതിനുശേഷം കൊച്ചമ്മ പറഞ്ഞ പോലെ തന്നെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇവയ്ക്കുള്ള മരുന്ന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, എടാ ഗംഗ, നീ ഇന്ന് രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റിട്ടാണ് വൃത്തിയായും വെടിപ്പായും നിഷ്ഠയോടും കൂടി ചെയ്യുവാൻ? മതി മതി. ഗംഗ, ഓ ഭാനുമതി, മോളെ സിന്ധു, നിങ്ങൾ രണ്ടുപേരും എന്റെ ആയുസ് നീട്ടി കിട്ടുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുവാൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി അല്ലേ? അതെ, നിങ്ങൾ അമ്പലത്തിൽ പോകില്ലെന്നറിയാം. ഉം. അതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അടുത്ത ആഴ്ച നിങ്ങളുടെ ഷഷ്ടിപൂർത്തിയല്ലേ, അത് മറന്നുപോയോ? ശരിയാണ്, അടുത്ത ആഴ്ച എന്റെ ഷഷ്ടിപൂർത്തിയാണ്. അതായത് 60-ാം പിറന്നാൾ. എല്ലാവരെയും വിളിക്കാം. വിളിച്ചേക്കാം. ഒന്നിനും ഒരു കുറവുണ്ടാക്കില്ലേ? മോളെ സിന്ധു, ഈ അച്ഛനോട് ക്ഷമിക്കണം. ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു പോയി. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. അതെ, നീ ഒന്നും പറഞ്ഞില്ല, അന്നും പറഞ്ഞില്ല. ഈ അച്ഛനെ ഒന്ന് രൂക്ഷമായി നോക്കുക പോലും ചെയ്തില്ല. അതാണ് എന്റെ വിഷമം. അച്ഛൻ വിഷമിക്കേണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ല, ഒന്നും കഴിഞ്ഞില്ല. എല്ലാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവൻ ഇവിടെ വരുമ്പോളെ. അച്ഛാ, നിങ്ങളെന്ത് പ്രാധാന്യം പറയുന്നത്? കഴിഞ്ഞു പോയതൊക്കെ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്തിനാണ്? ഇല്ല ബാലു, ഒന്നും അവസാനിച്ചിട്ടില്ല. വരാൻ പോകുന്ന ആ കൊടുങ്കാറ്റിന് എന്റെ അവസാന ശ്വാസത്തിനായുള്ള ദാഹം എനിക്ക് കാണാം. മമ്മി, മമ്മി. നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2 വർഷമായി മുന്നേ. നിനക്ക് എന്നെ പറ്റി എന്താണ് അഭിപ്രായം? ഒന്ന് നല്ല മനുഷ്യനാണ്. ഉം. പിന്നെ ഈ ബംഗ്ലാവിലെ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി നടക്കണം. പിന്നെ എനിക്ക് അങ്ങുന്നതിനെ നോക്കുന്നതിനോടൊപ്പം ഞാൻ അങ്ങുന്നതിന്റെ എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാണ്, മാനേജറാണ്. എല്ലാത്തിലും ഉപരി എന്നെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അങ്ങ് നിന്നെ കാണുന്നത്. ആ സ്നേഹം ഞാൻ ധാരാളം അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത അഹങ്കാരിയും ദുഷ്ടനും മനസാക്ഷിയില്ലാത്തതുമായ ഒരു DSP VRS പണിക്കർ ഉണ്ടായിരുന്നു. ഗംഗ, നീ ഇതുവരെ എസ്റ്റേറ്റിൽ പോയില്ലേ? ഇല്ല കൊച്ചമ്മേ. എന്നാ വേഗം പോയിക്കോളൂ. ശരി, ഞാൻ പോയിക്കൊള്ളാം. ഞാൻ ബാഗ് എടുക്കട്ടെ. രാജേട്ടാ, നിങ്ങൾക്ക് എന്താണ് ഒരു മനോവിഷമം പോലെ? ഇതുവരെ കാണാത്തൊരു പാവം. മനുഷ്യരിൽ ഭാവങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതാണ്. ഓരോ ദിവസങ്ങൾ, നാഴിക, വിനാഴിക അവന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാലും ഇതുപോലെ ചെയ്തു പോയ തെറ്റുകൾ, പാവങ്ങൾ എല്ലാം ഞാൻ ഇന്നലെ എന്നതുപോലെ ഓർക്കുകയാണ്. മണ്ണാങ്കട്ട, നിങ്ങൾ ഉയർന്ന
പോലീസ് ഓഫീസറാണ്. അന്ന് അതൊക്കെ ആവശ്യമായിരുന്നു. നിങ്ങളുടെ പൊസിഷൻ നിർത്തു. We are the police officer position. ഒന്നുമല്ല, നിന്റെ സ്വാർത്ഥമോഹങ്ങൾ. അത് മാത്രമാണ് എന്നെ കൊണ്ട് ഈ ക്രൂരതകളൊക്കെ ചെയ്യിച്ചത്. ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കോ, ഓരോന്ന് ചെയ്തു വെച്ചിട്ട്. സ്തംഭിപ്പിക്കും, എസ്റ്റേറ്റ് ജനങ്ങളെ സ്തംഭിപ്പിക്കും, മൂരാക്ഷികളെ വഞ്ചകരെ പാഠം നിങ്ങൾ പഠിപ്പിക്കും, പാഠം നിങ്ങൾ പഠിപ്പിക്കും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂവിതിൽ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ ഇരിക്കാമോ? വേണ്ട, ഇരിക്കട്ട. നിന്നുകൊണ്ട് കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അതെന്താ? ഞാൻ നിരവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് മുദ്രാവാക്യം വെട്ടിക്കൊടുക്കുന്നയാണെന്ന് അറിയാമോ? അതുകൊണ്ട് എന്റെ പ്രധാന വരുമാന മാർഗവും അതാണ്. എന്നാൽ എവിടെ അനീതി കണ്ടാലും ഞാൻ തിരിച്ചടിക്കും, പ്രതികരിക്കും. അതാണ് ഈ മുദ്രാവാക്യ കവി മധുസൂദനൻ. അത് നല്ല കാര്യമാണ്. എന്നാൽ അങ്ങയുടെ എസ്റ്റേറ്റിൽ ഉടൻ തന്നെ തൊഴിലാളി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാര് പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു. ഒരു മുദ്രാവാക്യ കവി വിചാരിച്ചാൽ വിപ്ലവം ഉണ്ടാക്കും. കത്തിച്ചൊലിക്കുന്ന ആ വിപ്ലവം ഞാൻ തന്നെ ഇല്ലാതാക്കും. പണിക്കർ സാറിന് മനസ്സിലായോ? മനസ്സിലായില്ല. ഈ മധുസൂദനൻ മനസ്സിലാക്കി തരാം. കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയ പിതാവ് ശ്രീ പങ്കജാക്ഷൻ നായർ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്നതായിരിക്കും. നീ പറഞ്ഞു വരുന്നത് അങ്ങയുടെ ഇളയ മകൾ സുന്ദരിയായ ആ പെൺകുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പറഞ്ഞു പോരാ. ഇപ്പോഴെന്താ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? എന്റെ അച്ഛനെയും അമ്മയെയും അനുജത്തിമാരെയും കാണുന്നതിന് വേണ്ടി. അവരെ എല്ലാം മറന്നുകൊണ്ടല്ലേ നീ അടുക്കളക്കാരിയുടെ മകളെ കൊണ്ട് പോയത്? അടുക്കളക്കാരിയുടെ മകളാണെങ്കിലും അവളും എന്റെ ഭാര്യയാണമ്മേ. DSP VRS പണിക്കരുടെ മൂത്ത മകനാണ് നീ എന്ന് ഓർക്കേണ്ടതായിരുന്നു. അമ്മേ, സ്നേഹത്തിന് മുമ്പിൽ
DSP പണിക്കരൊന്നുമില്ല. ഓ, ഒരു നരുന്ന പെണ്ണിനെ കിട്ടിയപ്പോൾ നിനക്ക് ഞങ്ങളോട് പുച്ഛമാണല്ലേ? ഞാനിപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണ്. ഇവിടെ ഈ വസന്ത മാളികയിൽ സമ്പന്നതയുടെ മടുത്തട്ടിലാണ് നിങ്ങൾ എല്ലാവരും. സാധാരണ മനുഷ്യരുടെ ജീവിത തുടിപ്പുകൾ അറിയാത്തവർ. ഓ, എന്നിട്ടിപ്പോൾ നിന്റെ ഭാര്യ രജിത എവിടെ? ഞങ്ങളിപ്പോൾ കർണാടകയിലാണ് താമസം. അവിടെ ജീവിക്കാനുള്ള കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. ഏലം, ഇഞ്ചി, കുരുമുളക്, അങ്ങനെ ചെറിയ കൃഷിപ്പണികളുമായി ജീവിക്കുന്നു. പിന്നെ 2 കുട്ടികളും, ഒരാണും ഒരു പെണ്ണും. സംതൃപ്തിയോടുകൂടി ഞങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഇവിടെയായിരുന്നുവെങ്കിൽ എല്ലാം നോക്കി നടത്തിയാൽ പോരായിരുന്നോ? സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ബല്ലേട്ടാ, ബല്ലേട്ടാ. അവനെ എസ്റ്റേറ്റിൽ കുടിപ്പത് പണിയുണ്ട്. പിന്നെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ ദേവൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ എവിടെ? മിനിമോളുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. നീ ചെന്ന് അവനെ ഇങ്ങോട്ട് വിളിക്കും. ആ, ശരി. നീ എപ്പോൾ വന്നു? 2 ദിവസമായി അച്ഛാ. എന്റെ സുഹൃത്ത് ഡോക്ടർ ജയേഷിന്റെ കൂടി ആയിരുന്നു. ഇവിടെ അച്ഛന്റെ 60-ാം പിറന്നാൾ ആഘോഷമല്ലേ? ഇനിയിപ്പോ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടേ പോകും. അതിനെ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? എന്റെ അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിന് എന്നെ ആരെങ്കിലും ക്ഷണിക്കണം? അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം നീ വേലക്കാരിയുടെ മകളെ കൊണ്ട് ഇവിടുത്തെ പോയ നിമിഷം അവസാനിച്ചിരിക്കുന്നു. ഓ, മഹാറാണിയുടെ മകളെയും കൊണ്ടാണ് പോയതെങ്കിൽ അച്ഛൻ എങ്ങനെയൊക്കെ പറയും? DSP പണിക്കരുടെ മകനെ സ്നേഹിക്കുവാൻ കണ്ടത് സ്വന്തം വീട്ടിലെ വേലക്കാരിയുടെ മകൾ. വേലക്കാരിയുടെ മകളാണെങ്കിലും ഞങ്ങളിപ്പോൾ മഹാരാജാവും മഹാറാണിയും പോലെയാണ് ജീവിക്കുന്നത്. ഓ, ഒരു കർഷകൻ വന്നിരിക്കുന്നു. കർണാടകയിൽ പോയി കിടന്ന മാടിനെ പോലെ മടക്കുന്നു. എന്നിട്ടാണ് എന്റെ മുന്നിൽ നിന്നുകൊണ്ട് തത്വജ്ഞാനം. ഈ അച്ഛനോട് ഞാനൊന്ന് പറയുന്നു. അച്ഛാ, അച്ഛാ, കോൺസ്റ്റബിൾ രവീന്ദ്രൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. കുറേ നാളുകളായി പണിക്കർ സാറെ ഒന്ന് നേരിട്ട് കാണണമെന്ന് വിചാരിക്കും. എന്നിട്ട് ഇപ്പോഴാണ് സമയം ഒത്തുവന്നത് അല്ലേ? സത്യം.
മാത്രവുമല്ല ഇങ്ങോട്ട് വരേണ്ട കാരണവും ഉണ്ടായി. അതെന്താ? ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങയുടെ ഷഷ്ടിപൂർത്തിയല്ലേ വരാൻ പോകുന്നത്? പിറന്നാൾ എല്ലാ വർഷവും ഉള്ളത്. അതുപോലെയാണോ പണിക്കർ സാറേ 60-ാം പിറന്നാൾ? 60, 70, 80 എന്നിവയൊക്കെ മഹാപിറന്നാളല്ലേ മനുഷ്യജന്മത്തിൽ അപൂർവമായി ലഭിക്കുന്നത്? ശരിയായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. ഈ ആഘോഷങ്ങൾ തന്നെ ഭാനുമതിയുടെയും മക്കളുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ടാണ്. അങ്ങയുടെ ആയുസ് നീട്ടിക്കിട്ടാനുള്ള മഹാത്മ്യം അവർക്ക് അവകാശപ്പെട്ടതാണ്. ഭാര്യയും മക്കളും ആഘോഷിക്കട്ടെ, അങ്ങ് നിന്ന് കൊടുത്താൽ മതി. ആ പിന്നെ മകൻ നായരുടെ മകൻ ആ വിപ്ലവ കവി ഒരു തിരക്കിലാണ്. അവന് ഭയങ്കര തിരക്കാണ് സാറേ. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മുദ്രാവാക്യം എഴുതി കൊടുക്കണം. അതോടൊപ്പം അവന്റേതായ രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞിട്ടാണ് സാറേ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്തിന്? അങ്ങയുടെ സുഖമില്ലാത്ത ഇളയ മകളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കാൻ. നിനക്കിത് എന്റെ മുഖത്ത് നോക്കി എങ്ങനെ ചോദിക്കുവാനുള്ള ധൈര്യം വന്നു? നിന്റെ മകന് എന്റെ മോളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവളെ കൊന്നുകളയുന്നതാണ്. കടന്നു പോകുന്നതിന് മുന്നിൽ നിന്ന് മേലാൽ എന്റെ ബന്ധങ്ങൾ കാച്ചുകൊണ്ടിരിക്കുന്നു. ഡാഡി, മോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? മുറിയിൽ തനിച്ചിരുന്ന് മടുത്തു ഡാഡി. മമ്മിയും ചേച്ചിയും കാണുന്നില്ല. അതുകൊണ്ടാണോ മോൾ ഇങ്ങോട്ട് വന്നത്? അല്ല, എന്റെ ഡാഡിയെ കണ്ടിട്ട് എത്ര നാളായി. ഈ ശബ്ദമൊന്ന് കേട്ടിട്ട്. മോളെ കാണാൻ മനഃപൂർവമല്ല ഡാഡി വരാത്തത്. മോളെ കാണുമ്പോൾ ഡാഡിക്ക് ഡാഡി കരയുകയാണോ? അല്ല മോളെ, അല്ല. ഇപ്പോൾ എനിക്ക് എല്ലാം ഓർമ്മ വരുന്നുണ്ട് ഡാഡി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് ലാബിൽ വെച്ച് എന്റെ രൂപത്തെ കണ്ടതും ഞാൻ ഭയന്നതും. ആ രൂപം എന്താണെന്ന് എന്റെ മോൾക്ക് പറയുവാൻ സാധിക്കും. അത് അത് ഡാഡി. മോളെ! മോനെ, നീ ഇപ്പോൾ എവിടെയെത്തി? എയർപോർട്ടിൽ നിന്നും ഇങ്ങോട്ട് തിരിച്ചു പോ. അച്ഛൻ കൂടെയില്ലേ? ആ ശരി ശരി, എന്നാ വെക്കട്ടെ. ശ്യാംകുമാർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ട കൊച്ചമ്മേ? ആ അവർ വരുന്നുണ്ട്. പക്ഷേ ശ്യാമിന് ലീവ് തീരെ കുറവാണ്. അതാണ് ഒരു പ്രശ്നം. ശ്യാംകുമാർ അമേരിക്കയിൽ തിരക്കുള്ള എഞ്ചിനീയർ അല്ലേ? ലീവ് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞാലോ? അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷം കഴിഞ്ഞാൽ അവന്റെ പെണ്ണുകാണൽ ചടങ്ങ് നടത്തണം. ഇനി അവനെ വെറുതെ വിട്ടാൻ പറ്റില്ല. അതിന് അവൻ സമ്മതിക്കുമോ? അവന്റെ സമ്മതം ആർക്ക് വേണം? കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവൻ പറഞ്ഞത് അടുത്ത വർഷം ആവട്ടെ എന്നാണ്. കല്യാണവും പെണ്ണുകാണലും കല്യാണവും കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഒരുമിച്ച് അമേരിക്കയിലേക്ക് പോകാൻ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും ശ്യാമിനും ശ്യാമിന്റെ പെണ്ണിനും.
മിനിമോളുടെ കാര്യം അങ്ങുന്നതിന്റെ കാര്യം അദ്ദേഹത്തെ നോക്കാൻ നീയുണ്ട്. മിനിമോളുടെ കാര്യം സിന്ധു നോക്കിക്കോളും. പിന്നെ എന്താണ് പ്രശ്നം? എന്നാലും ഒരു എന്നാലുമില്ല. ഞാൻ സാമിന്റെ കൂടെ അമേരിക്കയിലേക്ക് പോകും. പണിക്കർ എവിടെയുണ്ടോ? പണിക്കര? അതെ, പണിക്കാരൊന്നുമില്ല. പിന്നെ എവിടെ പോയി? അന്നേ ശ്യാംകുമാറിനെ കൂട്ടാൻ എയർപോർട്ടിൽ പോയിരിക്കാം. ഞാനിവിടെ ഞാനൊരു മുദ്രാവാക്യം വേണമെന്ന് അറിയാമോ? ഞാൻ നിൽക്കണോ വിപ്ലവം ഉണ്ടാവും. അത് മനസ്സിലായി. മനസ്സിലാകാത്ത കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം. ഞാനാണ് പണിക്കർ സാറിന്റെ ഇടയ മകളെ വിവാഹം ചെയ്യാൻ പോകുന്നു. ഞാൻ തന്നെ പറഞ്ഞു. മിസ്റ്റർ ഗംഗൻ അറിയാമോ, പണിക്കർ സാറിന്റെ സുഖമില്ലാത്ത ഇടയ മകളെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാകും. അതുകൊണ്ട് ഞാൻ തന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. തീരുമാനിച്ച നിമിഷം തന്നെ അദ്ദേഹം എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കിയില്ലേ. എന്നിട്ടും ഇറങ്ങാതെ എന്നിലെ വിപ്ലവ കവി എന്റെ പിതാവിനെ ഇങ്ങോട്ടേക്ക് അയച്ചു. അദ്ദേഹത്തെ ആട്ടി പുറത്താക്കുക മാത്രമല്ല, ഇനി മേലാൽ ഇവിടെ കാലുകുത്തരുതെന്നും പറഞ്ഞില്ലേ. കഷ്ടമായി പോയി, മഹാകഷ്ടം. എന്നാൽ വിപ്ലവ കവി ഇപ്പോൾ പോയിക്കൊള്ളു. എന്തെങ്കിലും മാറ്റം ഉണ്ടായ ഞാൻ ഇവിടെ അറിയിക്കാം. അറിയിക്കണേ. അറിയിച്ചേക്കാം. എന്നാൽ ഞാൻ ഇപ്പോൾ പോകാം. യാത്രയൊക്കെ സുഖമായിരുന്നു. യാതൊരു വിഷമവും കൂടാതെ ഇവിടെ എത്തിച്ചേർന്നു. അടുത്ത ആഴ്ച അച്ഛന്റെ പിറന്നാളാണ്. അത് കഴിഞ്ഞ് നിന്റെ പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തണം. അത് പറ്റില്ല അമ്മേ, എനിക്ക് ലീവ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഇനി അത് ശരിയാവില്ല. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് വല്ല മദാമ്മമാരെ ആലോചിച്ചാലോ? വേണ്ട വേണ്ട, നമുക്ക് നമ്മുടെ നാട്ടിലെ പെൺകുട്ടി മതി. അതിനെന്താ അമ്മേ പ്രശ്നം? നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന ശ്രീ KR നാരായണന്റെ ഭാര്യ നേപ്പാളുകാരിയായിരുന്നില്ലേ? ഇവളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഓ, അച്ഛനും മോനും ഒന്നായി. പിന്നെ എല്ലാ കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് ശ്യാമ. പിറന്നാളാഘോഷം കല്യാണവും കഴിഞ്ഞിട്ട് ഞാൻ ശ്യാമിന്റെ കൂടെ ഒന്ന് അമേരിക്കയിലേക്ക് പോകും. നീ കഴിഞ്ഞ മാസമല്ലേ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? പോരാത്തതിന് ശ്യാം ഇവിടെ വരികയും ചെയ്തു. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയാം. ഭാനുമതിയെ ആരും നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ നിയന്ത്രിക്കാതിരുന്നതാണ് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമ്പോൾ വെറും സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പിന്നെ സർക്കിളായി, DYSP ആയി, DSP ആയി. ഇതൊക്കെ നിങ്ങളുടെ കഴിവുകൊണ്ടാണോ? എന്റെ അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ്. ശരിയായിരിക്കാം, പക്ഷേ ഇന്ന് ഞാനത് ലക്ഷിക്കുന്നു. സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നിങ്ങൾ DSP VRS പണിക്കരായി. കഴിഞ്ഞതൊന്നും മറക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത്. കഴിഞ്ഞതൊന്നും മറക്കരുത്. ആരാണ് മറന്നത്? നീയാണ്.
ചെയ്യാൻ പാടില്ലാത്തതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിച്ചു. രവീന്ദ്രന് എന്ത് കുറവാണ് നീ കണ്ടെത്തുന്നത്? നമ്മുടെ നിലക്കും വിലക്കും പറ്റിയ ബന്ധമാണോ അത്? എങ്കിൽ നീ എന്നെ ഇൻവോൾവ് ഇരിക്കാൻ പാടില്ലേ? അതുപോലെയാണോ സിന്ധുവും രവീന്ദ്രനും തമ്മിലുള്ള ബന്ധം? നമ്മുടെ മകളായതുകൊണ്ട് നീ ന്യായീകരണം കണ്ടെത്തുകയാണ്. എനിക്ക് നിങ്ങളുടെ തത്വജ്ഞാനമൊന്നും കേൾക്കണ്ട. നീ കേൾക്കണം. ഇന്ന് ഓരോ നിമിഷവും ഞാൻ ഭയന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് പാലക്കുന്ന് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പ് റൂമിൽ ഒരു നിരപരാധിയെ തല്ലിച്ചതച്ചതിന് ശേഷം എന്റെ ഈ പൂട്ടിട്ട കാലുകൊണ്ടാണ് അവനെ ചവിട്ടിക്കുന്നത്. എന്നിട്ട് ആ കുറ്റം രവീന്ദ്രന്റെ തലയിൽ വെച്ചു കൊടുത്തു. ഞാൻ ചെയ്ത കൊടും പാതകം ഇന്നിപ്പോൾ 7 വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നെ കൊല്ലാൻ. പണിക്കരെ, നിങ്ങളുടെ മരണം എന്റെ കൈകൊണ്ടാണ്. രവീന്ദ്ര, അച്ഛാ, ഷഷ്ടിപൂർത്തി ആഘോഷങ്ങൾ കഴിഞ്ഞാലൂടെ ഞാൻ അമേരിക്കയ്ക്ക് മോനെ, അച്ഛന്റെ കൂടെ കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോലെ. അച്ഛൻ എന്റെ കൂടെ അമേരിക്കയ്ക്ക് പോരെ? അങ്ങനെ ആകുമ്പോൾ എനിക്ക് അച്ഛനെയും അച്ഛൻ എന്നെയും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അമ്മ മാസത്തിൽ അധിക ദിവസവും ഞാൻ കൂടി വന്നാൽ ഇവിടുത്തെ എല്ലാ കാര്യവും അവതാളത്തിലാണ്. പ്രത്യേകിച്ച് മിനിമോളുടെ കാര്യം. എന്റെ കുട്ടിക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എന്നെ കാണും. ഇല്ലെങ്കിൽ അവൾ വയലന്റ് ആകും. ഒരു എഞ്ചിനീയറുടെ തിരക്ക് അച്ഛനറിയാമല്ലോ. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ വർക്കുകളാണ് തുടങ്ങുന്നത്. മോനെ, ജീവിതത്തിൽ നമുക്ക് തിരക്കുകളാണ് ആവശ്യം. ഇല്ലെങ്കിൽ നാം ഒരു ജീവിച്ചവുമായി. നമ്മൾ ആരെയൊക്കെയോ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ജോലി ഭാരവും ജോലി തിരക്കും വർദ്ധിക്കുന്നതാണ്. പക്ഷേ നാം അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. അച്ഛനെന്തോ വിഷമമുള്ളത് പോലെ. മോനെ, നീ ഇനി അമേരിക്കയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നൊരു സംശയം. അച്ഛ, ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ കൂടാതെ എന്റെ ഇടതുകാലിലും ഇടതു കൈക്കും വല്ലാത്ത തളർച്ചയും വേദനയും ചില നേരങ്ങളിൽ അനുഭവപ്പെടുന്നു. അങ്ങനെ വന്നാൽ അച്ഛന് ഞാൻ വിദഗ്ധ ചികിത്സ നൽകും. ഏതായാലും ഇപ്പോൾ അതൊന്നും വേണ്ട, സമയമാണ്. അച്ഛന് 60 വയസ്സല്ലേ ആയുള്ളൂ. ഒന്നും സംഭവിക്കില്ല. അച്ഛാ, ഞാനൊന്ന് എസ്റ്റേറ്റ് വരെ പോയിട്ടുണ്ട്. ശരി, മുൻപോട്ട്.
യാതൊരു അർത്ഥവുമില്ലെന്ന് ഏട്ടൻ അറിയാം. എന്നാലും ഏട്ടത്തെയും കുട്ടികളും സുഖമായിരിക്കും. രചിതക്ക് ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛനെയും അമ്മയും ഫേസ് ചെയ്യാൻ. ദേവേട്ടാ, അച്ഛൻ ഇപ്പോൾ ആ പഴയ ആളല്ല. ശരിയാ മോളെ, എനിക്കറിയാം. എന്നോടുള്ള സ്നേഹം, വഴക്ക് പറയൽ, ആ ശബ്ദമുയർത്തിയുള്ള സംസാരം, അതൊക്കെ നമ്മുടെ അച്ഛന്റെ ഒരു രീതിയാണല്ലോ. ദേവേട്ടാ, കഴിഞ്ഞ കാലം അച്ഛനെ വല്ലാതെ വേട്ടയാടുന്നു. അതിന് പശ്ചാത്തപിക്കുന്നു. ശരിയാ, ഒരു ചക്രവർത്തിയെ പോലെ ജീവിച്ച അച്ഛൻ ഇന്ന് വലിയ കോട്ടക്കുള്ളിലെ ഒരു തടവുകാരനാണ്. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അച്ഛൻ ചെയ്തു പോയ തെറ്റുകൾക്ക് ഈ മകൻ പരിഹാരം കാണും. അച്ഛന്റെ കൂടെ ഇനി എന്നും ഒരു നിഴലായി ഞാനുണ്ടാവും. ദേവേട്ടാ, അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അമ്മയുടെ പിടിവാശിയാണ്. എനിക്കറിയാം. അച്ഛന്റെ ഉദ്യോഗ പ്രവൃത്തി, അമ്മയുടെ ധാർഷ്ട്യം, അഹങ്കാരം. ഞാൻ പോകുന്നു മോളെ. ഏട്ടന് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. ദേവേട്ടാ, അച്ഛനെ കാണണ്ടേ? അത് പിന്നീട് ഒരിക്കലാവും. രവിയേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ വെറുതെ വന്നതല്ല, നിന്റെ അച്ഛനെ കൊല്ല. അച്ഛനെ കൊല്ലാനാണെങ്കിൽ പിന്നെ എന്താ കൊല്ലാതെ പോയത്? അത് ദേവന്റെ രവീന്ദ്ര എന്നുള്ള വിളി. നമ്മൾ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ആരെങ്കിലും പിറകിൽ നിന്ന് വിളിച്ചാൽ അത് വേണ്ടെന്ന് വയ്ക്കുമോ? ദേവൻ എനിക്ക് ആരെങ്കിലുമല്ല, ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ. എന്റെ ദേവേട്ടനും രവിയേട്ടനും തമ്മിലുള്ള ഈ സ്നേഹം, ബഹുമാനം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ സ്നേഹബന്ധത്തെ നിന്റെ അച്ഛനും അമ്മയും അതിശക്തമായി എതിർത്തപ്പോൾ നമ്മുടെ വിവാഹം നടത്തി തരുവാനും ദൂരെ ഒരു സ്ഥലവും വീടും ഏർപ്പാടാക്കിയാണ്. അപ്പോഴാണ് അതിനൊക്കെ സംഭവിച്ചത്. രവിയേട്ടൻ എന്നെ വെറുക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. നഷ്ടപ്പെട്ടു പോയ ജീവിതം വീണ്ടെടുക്കണം. സിന്ധു, ഞാൻ നിന്റെ പഴയ രവിയേട്ടനല്ല, ഒരു പിശാചാണ്. എന്റെ ലക്ഷ്യം വേറെയാണ്. ആദ്യം എന്റെ അമ്മയെയും സഹോദരിമാരെയും എനിക്ക് കണ്ടെത്തണം. അവരെവിടെയാണെന്ന് പോലും ഒരു നിശ്ചയവുമില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? എനിക്കെന്താ ഇവിടെ കാര്യമെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇറങ്ങി
എന്റെ ജീവിതം തമ്മാനമാടിയിട്ട് എന്നോട് ഇറങ്ങിപ്പോകാനും എനിക്ക് കാണേണ്ട ആളെ കണ്ടിട്ട് ഈ രവീന്ദ്രൻ ഇവിടെ നിന്ന് പോകും. വായുമതി രവീന്ദ്ര എന്നോട് ക്ഷമിക്കൂ. ക്ഷമിക്കാണെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതിരിക്കണം, മൃഗമായിരിക്കണം. 7 വർഷം ജയിലിൽ ഞാൻ അനുഭവിച്ച നരക വേദന നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. BRS പണിക്കരെന്ന നരകത്തിന് വേണ്ടി. രവീന്ദ്ര എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ പാലക്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വരാൻ പാടില്ലായിരുന്നു. പിന്നെ എന്തിന് ഒരു അസുഖം പോലെ നിങ്ങൾ അവിടേക്ക് വന്നു? DYSP ആയിരുന്നു എനിക്ക്. അവിടേക്ക് വരേണ്ട യാതൊരു കാരണവുമില്ലായിരുന്നു. പക്ഷേ എന്നെ ഒരു അഹങ്കാരിയാക്കി, മനുഷ്യനല്ലാതെ ഞാൻ വന്നത് നിന്നെ ചതിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നെ ചതിക്കാനോ? അതെ, എന്റെ മകളെ, സമ്പന്നതയുടെ ലോകത്ത് ജീവിക്കുന്ന എന്റെ മകളെ നീ സ്നേഹിച്ചു എന്ന കുറ്റത്തിന്. ശരിയാണ്, ഞാൻ പണക്കാരനല്ല, പാവപ്പെട്ടവനാണ്. പക്ഷേ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണ്. രവീന്ദ്ര, അന്നത്തെ എന്റെ ഉദ്യോഗ പ്രൗഢി DYSP എന്ന റാങ്കിൽ എന്നെ ഒരു അഹങ്കാരിയാക്കി മാറ്റി. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവ മനുഷ്യനെ സംശയത്തിന്റെ പേര് സ്റ്റേഷനിൽ കൊണ്ടുവന്നതാണ്. അയാളെയാണ് നിങ്ങൾ ഈ കൂട്ടിട്ട് ഇടതുകാൽ കൊണ്ട് ചവിട്ടിക്കൊന്നത്. രവീന്ദ്ര, അതിന് കിട്ടിയ ശിക്ഷയാണ് എന്റെ ഇടതുകാലിന് മെടുത്തു നീക്കുമുള്ള ഈ തളർച്ചയും വേദനയും. പാലക്കുന്ന് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ആ പാവത്തിനെ തല്ലിച്ചതച്ചതിന് ശേഷം ചവിട്ടിക്കൊന്ന ഈ മഹാഭാവിയെ അക്കിജാനെ ഏൽപ്പിച്ച് പ്രസിദ്ധീകരിച്ചാലും ഇല്ല, സമയമായില്ല. രവീന്ദ്രൻ ഇനിയും വരും. ഈ കുടുംബത്തിന്റെ നാരായണൻ അറുക്ക. രവീന്ദ്ര, ഇനി ഇതിന്റെ ആവശ്യമൊന്നും വരില്ല. ഈ ശരീരത്തിൽ ഇനി മരുന്നും മന്ത്രവും ഒന്നും ഏൽപ്പില്ല. മരണത്തിന്റെ പൊടിയടയാളം മാത്രമേ ഇത് കിട്ടാനുള്ളൂ. എപ്പോ നോക്കിയാലും നാവിൽ ഗുളികനിരിക്കുന്ന വർത്തമാനമേ പറയൂ. ഗുളിക തിന്ന് ഞാനും ഒരു ഗുളികനായി പോയടി. പൂർത്തി ആഘോഷമെല്ലാം ഭംഗിയായി നടന്നു. ഞാൻ അടുത്ത ദിവസം തന്നെ ശ്യാമിന്റെ കൂടെ അമേരിക്കയിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ കാര്യം നീ ശ്രദ്ധിച്ചോളണം ഗംഗ. ഓ, എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം കൊച്ചമ്മേ. അമുലിന്റെ രാവിലത്തെ പാൽക്കഞ്ഞി, മരുന്നുകള്, ഉച്ചയുറക്കം, ലളിതമായ വൈകുന്നേരത്തെ ഭക്ഷണം, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. എല്ലാം ഞാൻ ശ്രദ്ധിച്ചോളാം. രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒന്നുമല്ലായിരുന്നു. ഇന്ന് എനിക്കെല്ലാം ഉണ്ട്. സ്വന്തമായ വീട്, എന്റെ സഹോദരിയെ ഞാൻ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടു. സ്വന്തമായ കൃഷിയിടം, സ്വന്തമായ കാറ് എല്ലാം എനിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമാണ് ഈ കൊട്ടാരം എനിക്ക് ശ്രീകോമനാണ്. ഗംഗ, നിനക്ക് എന്നോടുള്ള സ്നേഹം
ഈ കുടുംബത്തോട് കരുതൽ, ജാഗ്രത എല്ലാം എനിക്കറിയാവിടാ. നീ ഇപ്പോ ആ പന്തിശേഷൻ നായരോട് ഇവിടെ വരാൻ ഇപ്പോൾ തന്നെ പോയി. ഭാനുമതി, നീ അമേരിക്കയിൽ പോയാൽ പിന്നെ മിനിമോളുടെ കാര്യം എന്ത് ചെയ്യും? അതിന് നിങ്ങളുടെ സിന്ധുവുമില്ലേ ഇവിടെ? അമ്മയുടെ സ്നേഹമാണ് അവൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. നിന്നെ കണ്ടില്ലെങ്കിൽ അവൾ ഭയങ്കര കരച്ചിലാണ്. അവളുടെ കരച്ചിൽ കേൾക്കുമ്പോഴേ എനിക്ക് കലി വരും. നാശം. അവളും നിന്റെ വയറ്റിൽ പിറന്നതല്ലേ? ഇങ്ങനെയൊന്ന് എന്റെ വയറ്റിൽ പിറക്കേണ്ടായിരുന്നു. പിശാച്. എടീ! നിങ്ങൾ എന്നെ അടിച്ചുവല്ലേ? ഈ അടിയെ 30 വർഷങ്ങൾക്ക് മുമ്പ് തരേണ്ടതായിരുന്നു. എന്റെ അച്ഛന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നതെന്ന് മറക്കരുത്. നിന്റെ അച്ഛൻ ആ വാക്ക് മാത്രം ഇനി ഇവിടെ വെള്ളിപ്പോകരുത്. ആ രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ടല്ലേ നീ എന്നെ കൊണ്ട് ഈ ക്രൂരതകളൊക്കെ ചെയ്യിച്ചത്? എന്തു ചെയ്തെന്നാ? ഒന്നും അറിയാത്തതുപോലെ നീ നടിക്കുകയാണ്. നടിക്കുന്നത് ഞാനല്ല, നിങ്ങളാണ്. വലിയ നടനല്ലേ? Shut up! 32 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ എന്നെ സ്നേഹിച്ച ആ പെൺകുട്ടിയെ ഞാൻ മറന്നുകൊണ്ട് നിറമുള്ള നെല്ലുകൾക്ക് പിന്നാലെ പാഞ്ഞു. അതിന് കിട്ടിയ ശിക്ഷയാണ് എന്റെ ഈ ജീവിതം. ഒരു നിമിഷം ഞാൻ ഇനി ബംഗ്ലാവിൽ നിൽക്കില്ല. എന്റെയും എന്റെ മക്കളുടെയും ജീവിതം നീ നശിപ്പിച്ചില്ലേ? ഇത് നിനക്ക് പോകാം. മമ്മി, നാശം തുടങ്ങി. ഇരിക്കൂ. പണിക്കർ സാർ കാണാമെന്ന് പറഞ്ഞത് അതാണ് ഞാൻ ഇപ്പോൾ 30 വർഷം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗമായിരുന്നു. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ കുടുംബത്തിലെ ഒരു തടവുകാരൻ. പണിക്കർ സാർ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തായാലേ എന്റെ സർവീസിനിടയിൽ ഒരുപാട് കേസുകൾ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് കുറ്റവാളികളെ കണ്ടെത്തിയിട്ടുണ്ട്. അച്ഛനെ കൊന്ന മകൻ, മകനെ കൊന്ന അച്ഛൻ, ഭാര്യയെ കൊന്ന ഭർത്താവ്, വിഷം കുടിച്ച് മരിച്ചവർ, ഒരു കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കിയത്. അങ്ങനെയാണ് പണിക്കർ സാർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്കത്തായാലേ ഞാൻ വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്റെ മോളെ ഞാൻ കൊന്നുകളേ. പണിക്കർ സാറേ, എന്റെ മോളെ നിന്റെ മോനെ കൊണ്ട് മോഹം കഴിപ്പിക്കണം. അവന് മാത്രമേ എന്റെ മോളെ സ്നേഹിക്കുവാൻ കഴിയൂ. സുഖമില്ലാത്ത എന്റെ കുട്ടിയെ കൊന്നുകളയുന്നതിന് തുല്യമല്ലേ ഇത്? അല്ല പണിക്കർ സാറേ, അല്ല പണിക്കർ സാറേ, എന്റെ മധു സ്നേഹമുള്ളവനാണ്. അവന്റെ ജീവനെക്കാളപ്പുറം മിനിമോളെ സ്നേഹിക്കും. മതി, ഞാൻ വാക്ക് തരുന്നു. എനിക്കത് മതി. മകത്തായാലേ അത് മതി. ഈ സന്തോഷ വർത്തമാനം എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ മധുവിനെ അറിയിക്കട്ടെ. ശരി, പോയിക്കോളൂ.
ഡാഡി എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? മോളെ ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് ഡാഡി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ ഡാഡി? സുഖമില്ലാത്ത കുട്ടിയല്ലേ, അതായിരുന്നു ഇതുവരെ ഡാഡിയുടെ ദുഃഖം. ഇപ്പോൾ എനിക്ക് ഭയമില്ല ഡാഡി. എല്ലാം മനസ്സിന്റെ വിഭ്രാന്തിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് ഇനി തുടർന്ന് പഠിക്കണം ഡാഡി. പഠിച്ചു. അതിനു മുമ്പ് മോളുടെ വിവാഹം നടന്നു. അപ്പോൾ എന്റെ പഠനം? വിവാഹത്തിന് ശേഷം പഠിക്കാമല്ലോ. നല്ല സ്നേഹമുള്ള ആളാണ് മോളെ വിവാഹം കഴിക്കുന്നത്. ഡാഡിയുടെ മരണത്തിന് മുമ്പ് ആ മംഗളകർമ്മം നടന്നു കാണും. ഡാഡി മരണമോ? ആരുടെ മരണം? മോളെ, ഡാഡി കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. കുറെ ആൾക്കൂട്ടം ഒരു ശവമഞ്ചത്തിൽ ഒരു ശവം അങ്ങനെ കൊണ്ടുപോവുകയാണ്. കറുപ്പിൽ വെളുത്ത പുള്ളികളുള്ള ഈ ഷാളാണ് ആ ശവത്തിനെ പിടിപ്പിച്ചത്. ഞാൻ നോക്കുമ്പോൾ ആ ശവ ശരീരത്തിന് ഡാഡിയുടെ മുഖമാണ് മോളെ. ഡാഡി ഡാഡി അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. മോള് മറന്നേക്കും, എല്ലാം മറന്നേക്കും. അച്ഛൻ, എന്റെ കുഞ്ഞിനെത്തിയെ ആ ഭ്രാന്തനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന് അച്ഛൻ വാക്ക് കൊടുത്തോ? എനിക്കത് ചെയ്യേണ്ടി വന്നു. ഇതിലും ഭേദം അവളെ അങ്ങ് കൊന്നു കളയാമായിരുന്നില്ലേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിന്റെ അമ്മ എപ്പോഴും അമേരിക്കയിൽ തന്നെയാണ്, വല്ലപ്പോഴും മാത്രം ഇങ്ങോട്ട് വരും. നീ ആണെങ്കിൽ ഇവിടെയില്ല. സിന്ധുവിന്റെ അവസ്ഥ ഇങ്ങനെ. ഇതിനിടയിൽ കിടന്ന് ഞാൻ വീർപ്പുമുട്ടുകയാണ്. 4 ഭാഗത്തു നിന്നും അഗ്നിജ്വാലയേറ്റ് ഞാൻ വെന്തുരുകുകയാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. മോനെ, ഞാൻ ചെയ്തു പോയ മഹാപാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്യണം. രവീന്ദ്രന്റെ അമ്മയെയും സഹോദരിമാരെയും നീ കണ്ടെത്തണം. രവീന്ദ്രന്റെയും സിന്ധുവിന്റെയും വിവാഹം നടത്തിക്കൊള്ളണം. അച്ഛാ, രവീന്ദ്രന്റെ അമ്മയും അനുജത്തിമാരും സുരക്ഷിതരായി എന്റെ കൂടെ കർണാടകയിലുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ജീവിത സൗകര്യവും ഒരുക്കിയിട്ടാണ് ഞാൻ വന്നത്. മതി മോനെ, എനിക്കത് മതി. നിന്റെ സ്നേഹം, ഈ കുടുംബത്തോടുള്ള കരുതൽ മതി. അച്ഛാ, അച്ഛന്റെയും സഹോദരിമാരുടെയും ജീവിതം എന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മോനെ, ദേവ, എന്നെ മനസ്സിലാക്കുവാൻ നിനക്കെങ്കിലും സാധിച്ചല്ലോടാ. അച്ഛാ, അയ്യോ,